മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇന്ന് അതിനിർണായകം. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് ഇടക്കാല ഉത്തരവ്. ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, വിശദാംശങ്ങൾ. ആതിര, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയതായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം ആരംഭിച്ചത്. ഈ കണക്കിൽപ്പെടാതെ 1,72,00,000 രൂപ ഈ CMRL എക്സാലോജിക്കിന് നൽകിയിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് SFIOയും അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഏതായാലും വീണ വിജയൻ ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച കോടതി ഈ കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം SFIOക്ക് നൽകിയിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ SFIOക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ എക്സാലോജിക്കിനോട് ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം തന്നെ SFIOക്ക് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വിഷയത്തിലാണ്, അതായത് അടുത്ത തവണ ഇത് പരിഗണിച്ച ഈ ഹർജിയിൽ വിധി പറയുന്നത് വരെ അറസ്റ്റ് അടക്കമുള്ള വലിയ നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം മാത്രമായിരുന്നു ഏതായാലും കോടതി നൽകിയിരുന്നത്. ഇന്ന് വീണ്ടും ഈ കർണാടക ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുകയാണ്. ഏതായാലും ഇതിൽ ഇടക്കാല ഉത്തരവുണ്ടാകും. ഏതായാലും അന്വേഷണത്തിൽ ഇടപെടില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോടതി വിധി അത് വീണ വിജയനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആതിര, ശരി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇന്ന് അതിനിർണായകമാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് ഇടക്കാല ഉത്തരവാണ്. ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ കൊച്ചിയിൽ നിന്നും.